കുറേ ആയില്ലേ നമ്മൾ ഈ 3-way സ്പീക്കർ തന്നെ കാണിക്കുന്നു, അതായത് ഒരു ഊഫർ, ഒരു മിഡ് ട്യൂട്ടർ. അപ്പോൾ അതുപോലത്തെ സ്പീക്കർ ടൈപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ പിന്നെ 2-way സ്പീക്കറും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ മോഡലൊന്ന് മാറ്റി നമ്മളൊരു ടവർ സ്പീക്കർ മോഡലിലേക്ക് വരികയാണ്. അതായത് 36 ഇഞ്ച് 42 ഇഞ്ച് അങ്ങനെയുള്ള ആ ഹൈറ്റിലേക്കുള്ള ചില മോഡൽസ്. അതായത് അത് കേൾക്കുമ്പോൾ കാണുമ്പോഴും വലിയ വില പിടിച്ചാൽ വളരെ പ്രൈസ് കൂടിയ ടൈപ്പായിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല, നമുക്കത് അത്യാവശ്യം മാന്യമായ വിലക്കും ഉണ്ടാക്കിയെടുക്കാം. അത് വില കുറച്ച് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ക്വാളിറ്റി കുറയെ, അതിൻ്റെ ഔട്ട്പുട്ട് മോശമാവുക, അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ളത് ഒരു 6 ഇഞ്ച് വൂഫറാണ്. 6 ഇഞ്ച് ഇത് ഐവയുടെ വൂഫറാണ്. ഐവ അതായത് നമ്മൾ ഒറിജിനൽ ബ്രാൻഡ് തന്നെയാണ്, ഐവയുടെ ഒറിജിനൽ വൂഫർ തന്നെയാണ്. പക്ഷേ ഇത് 40 വാട്ട്സ് ആണ് ഇതിൻ്റെ ഒരു വാട്ട്സ് റേഞ്ച് വരുന്നത്. അതും 4 ohmസിലാണ് ഈ വൂഫർ വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് വൂഫർ നമുക്ക് എപ്പോഴും വാങ്ങാൻ കിട്ടുന്നതല്ല. നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിയെടുത്തിട്ട് അതിന് വരും. എങ്ങനെ മാസത്തിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ സ്റ്റോക്ക് വരും. അത് അങ്ങനെ കിട്ടുമ്പോൾ എടുക്കുക. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. പക്ഷേ മറ്റ് സ്പീക്കേഴ്സ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ്. ഒരു ബേസ് പ്രയോറിറ്റിയാണ് എനിക്ക് തോന്നുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ വളരെ കുറവായിട്ടാണ് ഇതിലൂടെ വരിക. മിഡ് വോയ്സ് ടു ലോ ആ ഒരു ഫ്രീക്വൻസി നല്ല സൂപ്പറായിട്ട് ഇതിലൂടെ വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ ഈ ഒരു ഇതിന് മാച്ചായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അവാർഡിൻ്റെ ഒരു ഡോം ട്യൂട്ടറാണ്. അപ്പോൾ അവാർഡിൻ്റെ വൂഫറാണ് നമ്മൾ 8 ഇഞ്ചിന് വേണ്ടി ഉപയോഗിക്കാറ്. നമ്മളിപ്പോൾ 6 ഇഞ്ചിന് വേണ്ടിയിട്ട് ചെറിയ ആ ബഡ്ജറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാറ്റം വരുത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പിൽ തന്നെ ഈ ഐവയിലേക്ക് ഇത് മാച്ച് ചെയ്യുന്നു. പവർ ടോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ ടോൺ ഒരു മീഡിയം ബഡ്ജറ്റ് നല്ല മാന്യമായ വിലക്ക് കിട്ടുന്ന നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന സ്പീക്കറാണ് അത് വെച്ചിട്ടുള്ളത്. അവാർഡ് 6 ഇഞ്ചിൽ ചെയ്യുന്നത്, സ്വീട്ടൺ 8 ഇഞ്ചിൽ, സ്വീട്ടൺ 6 ഇഞ്ചിൽ, അങ്ങനത്തെ എല്ലാ മോഡലിലും നമ്മളെ ഐറ്റം ഒന്ന് മാറ്റി പിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ആ ഒരു കോൺഫിഗറേഷനും കിട്ടിയിട്ട് അതിൻ്റെ അപ്പിയറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ടവർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് പ്രസംഗിക്കുന്നില്ല, ഡയലോഗ് അടിക്കുന്നില്ല, നേരം പോകുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മറ്റൊരു ബ്രാൻഡ് ചെയ്യുന്നതിന് നമ്മൾ അയച്ചെടുത്ത് വരുന്ന ഒരു മോഡൽ ആയതുകൊണ്ടാണ് ഈ ഒരു അപ്പിയറൻസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ സൈഡിൽ ഈ ഒരു ചിറകുള്ളത്. നിങ്ങൾക്ക് പ്രൈസ് കൂടിയ സ്പീക്കേഴ്സായിട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഫ്ലഷ് മൗണ്ട് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ എഡ്ജ് ശരിക്കും പറഞ്ഞാൽ കാണത്തില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട്. ഈ എഡ്ജിൽ ഇങ്ങോട്ട് ഫ്ലഷ് മൗണ്ട് ചെയ്താൽ നല്ല കറക്റ്റായിരിക്കും. വൂഫർ നിൽക്കുന്നത് കണ്ടാൽ കറക്റ്റ് ഈ വൂഫറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വുഡിനോട് ചേർന്നിരിക്കും. ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ. അതേസമയം നമ്മളിപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫ്ലഷ് മൗണ്ട് അല്ല, നമ്മൾ ബോക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രസ്റ്റിവിറ്റ് സ്ക്രീൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടവർ ബോക്സാണ് താഴോട്ട് എയറുള്ളത്. അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന 6 ഇഞ്ച് ടവർ. 36 ഇഞ്ച് ഹൈറ്റിലാണ് ഈ ടവർ വരുന്നത്. ഡയമെൻഷൻ അതായത് സ്പീക്കർ അനുസരിച്ച് മാറും. അതായത് വൂഫറിൻ്റെ പാരാമീറ്റർ അനുസരിച്ച് മാറും. നമ്മൾ ഈ ഹൈറ്റിലേക്ക് നമുക്ക് ഏതൊരു ഡെപ്തിലും വെഡ്ത്തിലും നമുക്ക് ബോക്സ് ചെയ്തെടുക്കാം. അത് പക്ഷേ ഇതിനോട് മാച്ച് ചെയ്താൽ മതി. വൂഫറിൻ്റെ പാരാമീറ്റർ മാച്ച് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഡബിളിന് വേണ്ടിയിട്ട് മാച്ച് ചെയ്തെടുത്താണ്. ഇപ്പോൾ താഴേക്കാണ് പോർട്ടുള്ളത്. ഫ്ലഷ് മൗണ്ട് അല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ബാക്കിൽ നമ്മൾ സാധാരണ സ്പീക്കർ ടെർമിനൽ, അതായത് പ്രസ് ടൈപ്പ്, കംപ്ലൈൻ്റ് ആവാത്ത ടൈപ്പാണ് കേട്ടോ. വില കുറഞ്ഞ മോഡൽ കംപ്ലൈൻ്റ് ആവും, ഇതാ മോഡലല്ല. അപ്പോൾ ഇതിലേക്കാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡാമ്പിങ്ങും മറ്റ് കണക്ഷനൊക്കെ കഴിഞ്ഞാണ്. നമ്മളെ വൂഫർ 4 ohms ആയതുകൊണ്ട് നമ്മൾ ഈ കോൺഫിഗറേഷൻ വരുന്നത് 8 ohms ആണ്. അപ്പോൾ നമ്മളിത് വൂഫർ സീരീസ് ചെയ്തിട്ട് അതിലേക്ക് ട്യൂട്ടർ പാരലൽ ചെയ്ത് കപ്പാസിറ്റർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. സിമ്പിൾ കണക്ഷനാണ്. വൂഫർ നിങ്ങൾക്കിപ്പോൾ 2 എണ്ണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് 4 ohmസിൽ അല്ലെങ്കിൽ 8 ohmസിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതായത് സിസ്റ്റങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ഈ 4 ohms 8 ohms ആക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ 8 ohmസിലേക്കാണ് കൊണ്ടുവന്നത് സീരീസ് ചെയ്തിട്ട്. അത് 4 ohmസിലേക്ക് ആക്കാനാണെങ്കിൽ, അതായത് ഇത് രണ്ടും 4 ohms ആയതുകൊണ്ടാണ് എനിക്ക് 8 ohmസിലേക്ക് ആക്കാൻ പറ്റിയത്. അതായത് നമുക്ക് 4 ohms കോൺഫിഗറേഷന് വേണ്ടിയിട്ട് നമ്മൾ 8 ohms എടുത്ത് പാരലൽ ചെയ്യാം. നമുക്ക് 8 ohms കോൺഫിഗറേഷന് വേണ്ടിയിട്ട് നമുക്ക് 4 ohms എടുത്ത് സീരീസ് ചെയ്യാം. അതേസമയം 8 ohms എടുത്തിട്ട് നമുക്ക് സീരീസും 4 ohms എടുത്തിട്ട് നമുക്ക് പാരലലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, 8ഉം 4ഉം അതുപോലെ അങ്ങനെയുള്ള 2 ടൈപ്പ് ഓംസ് ഉള്ളൊരു കോൺഫിഗറേഷൻ, ഒരു 2 ടൈപ്പ് ഓംസ് ഉള്ള സ്പൂഫേഴ്സ് എടുത്ത് സീരീസോ പാരലലോ ചെയ്യാതിരിക്കുക.
അത് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാൻ രാത്രിപ്പണിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5-5:30 മണിയായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. 6 മണിയോടെ ആവാനായി. അപ്പോഴത്തേക്കും മഴയാണ്, രാത്രി ഫുൾ മഴയായിരുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ 2-way ടവർ ബോക്സിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് അപ്പിയറൻസ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഫ്ലഷ് മൗണ്ട് ആയിരുന്നെങ്കിൽ ഈ കാണുന്ന എഡ്ജ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഈ എഡ്ജ് ഇതിനകത്തോട്ട് ഇറങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഊഫർ കറക്റ്റായിട്ട് പ്ലേസ് ആയി നിൽക്കുമായിരുന്നു. ആ ഒരു വ്യത്യാസം. അതുപോലെ തന്നെ ഇതും ഫ്ലഷ് മൗണ്ട് ആയിരുന്നെങ്കിൽ ആ രീതിയിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ ആ മോഡൽ ചെയ്യുന്നതിന് നമുക്കിവിടെ ലേശ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കിയില്ലെങ്കിലും വർക്കിങ്ങിൻ്റെ ഔട്ട്പുട്ടിൻ്റെ നമ്മൾ കേൾക്കുന്ന എക്സ്പീരിയൻസിന് മാറ്റം വരുന്നില്ല. ഇതിൽ ഏത് രീതിയിലുള്ള മൗണ്ടായാലും ശരി. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർ ഈ രീതിയിൽ ചെയ്തത്. അപ്പോൾ ഇതിൽ നല്ല ഒരു സ്മൂത്ത് നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ നമുക്ക് ഒന്ന് പ്ലേ ചെയ്യാം. NCS മ്യൂസിക്. ജസ്റ്റ് ഇത് മാത്രമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ടവർ ബോക്സ്? 36 ഇഞ്ച് ഹൈറ്റിലുള്ള ടവർ ബോക്സ്. നമ്മൾ മറ്റേ പ്രീമിയമായിട്ട് കമ്പയർ ചെയ്യല്ല, നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പീക്കേഴ്സായി നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ടൈപ്പ് സ്പീക്കേഴ്സ് വെച്ച് ചെയ്തത്. ഈ ടൈപ്പ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഐവയുടെ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു പ്രശ്നമില്ല. നല്ല ക്വാളിറ്റി സൗണ്ടാണ്, നല്ലൊരു വോയിസ് ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. മറ്റ് വളരെ മോശം വളരെ നാടൻ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, അതൊന്നും വെക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ടല്ല. എന്തായാലും നിങ്ങൾക്കിപ്പോൾ കേട്ട ഹെഡ്ഫോൺ വെച്ച് നോക്കിയിരുന്നെങ്കിൽ അത് മനസ്സിലാവും. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് വാങ്ങണം എന്തായാലും ഒരു 18-15 ആ റേഞ്ചിൻ്റെ താഴോട്ട് എന്തായാലും ഉണ്ടാവില്ല, അതിൻ്റെ മേലോട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെന്തായാലും അതായത് മേലോട്ട് മീൻസ് ഒരു 18-17 ആ റേഞ്ചിലൊക്കെയാണ് ആ ഒരു ടൈപ്പ് വുഡ് വർക്കിലും ആ ടൈപ്പ് സ്പീക്കേഴ്സിലും ആ ടൈപ്പ് ഉള്ളിൽ ഫുൾ മെറ്റീരിയൽ ഫുൾ വർക്കും ചെയ്ത് കഴിയുമ്പോൾ വരിക. അതേസമയം ഇത് നിങ്ങൾക്കൊരു 15-ൻ്റെ താഴെയാണ് ഇപ്പോൾ ഈ 2 സ്പീക്കേഴ്സ് വരിക. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലെ സ്ക്രീൻ വരുന്ന ഈ മോഡലാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിൽ വുഡിൽ തന്നെ MDF-ൽ തന്നെയാണ്, 3/4 ഇഞ്ചിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇത് ഈ രീതിയിൽ താഴോട്ടായിട്ടാണ് നമ്മൾ റൗണ്ട് താഴോട്ടായിട്ടാണ് വെക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ JBL സബ്വൂഫർ 12 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് സബ്വൂഫർ അല്ലെങ്കിൽ JBL അല്ലെങ്കിൽ പൈനിയർ അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് ഇപ്പോൾ 12 ഇഞ്ച് സബ് ഉള്ളത് ഓക്കെ, അല്ലെങ്കിൽ 2 സബ്വൂഫർ ആയാലും ഓക്കെ. അത് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾക്ക് അറിയണം. അതേപോലെ തന്നെ ഒരു 2.1 ആംപ്ലിഫയർ അല്ലെങ്കിൽ 2.2 ആംപ്ലിഫയർ ഇതിന് ബെസ്റ്റാണ്. 100 വാട്ട്സ് പെർ ചാനലുള്ള ആംപ്ലിഫയറും ഒരു സബ്വൂഫർ ഏതാണോ അത് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ്. ബ്ലൂടൂത്ത് HDMI ഏതായാലും ഇൻപുട്ട് ഫീച്ചേഴ്സ് നമ്മളെ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ല. ഔട്ട്പുട്ട് വാട്ട്സ് 100-120 വരെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ആംപ്ലിഫയർ ഇതിന് വർക്കിംഗ് ആവും. അപ്പോൾ താല്പര്യമുള്ളവർ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തത് നമുക്ക് മറ്റൊരു ഇതേപോലൊരു ടവറും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത 3-way സ്പീക്കർ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ 2.1ൻ്റെ സിസ്റ്റത്തിൻ്റെ ഫുൾ വീഡിയോ അവിടെ കൊടുക്കാം, കണ്ടു നോക്കുക.